അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ ഇതിനായിട്ട് കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിന്റെ 4 വശമുള്ള ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ബ്രെഡിന്റെ 4 വശത്തുള്ള ബ്രൗൺ ഭാഗമെല്ലാം ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡിന്റെ 4 വശവും കട്ട് ചെയ്തെടുത്ത ബ്രൗൺ ഭാഗം കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്നും 2 ബ്രെഡ് ഇതായി എടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ല കനം കുറച്ച് ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇതൊന്ന് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്ത ബ്രെഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുപ്പിയുടെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ചെറിയ ചെറിയ ഷേപ്പുകളാക്കി എടുക്കുക. ഇപ്പം എല്ലാം റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കിയൊന്ന് ബ്രെഡ് കളയരുത്, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. വീണ്ടും 2 ബ്രെഡ് അത് ഒന്നുകൂടി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി ഇതുപോലത്തെ സ്റ്റാറിന്റെ അച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ അച്ചുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഏതെങ്കിലും അച്ചുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. അച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിയുടെ അടപ്പ് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 എണ്ണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുപ്പിയുടെ അടപ്പ് വെച്ച് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ കിട്ടും. ബാക്കി ബ്രെഡ് കളയരുത്, ബാക്കി ബ്രെഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ 8 സ്ലൈസ് ബ്രെഡിൽ നിന്നും ഇത്രയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബ്രെഡ് തുറന്ന് വെക്കരുത്. ഇനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ ബ്രെഡ് കട്ടിയായി പോകും. അപ്പോൾ ഈ ബ്രെഡ് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഉണ്ടായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിൽ നിന്ന് ബാക്കി വന്ന ബ്രെഡാണ് ഇത്രയും. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഇത് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇനി ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന നെയ്യിൽ നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ചു വെച്ചില്ലേ, ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നിറമൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ കടായിൽ തന്നെ 250 ml കപ്പിന് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ചെടുത്ത ശർക്കരയാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ശർക്കര പാനി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് തിളച്ച് വന്നാൽ മതി. ഇനി കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ എടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അരിച്ചൊഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക്
നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് പൊടിച്ചതുണ്ടല്ലോ, അതിലേക്ക് മുഴുവനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ശർക്കര പാനി ബ്രെഡ് വലിച്ചെടുത്തോളും. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും, ഒരു താമസവും ഇല്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരണം. നമ്മളിത് കോരി കഴിക്കാൻ പാകത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദാ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. കടലമാവ് എടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അരിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അരിച്ചിട്ട് എടുക്കുക. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്രിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്, ഒട്ടും തരിയൊന്നുമില്ലാത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അധികം എരിവുണ്ടാവില്ല. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഇതാ എടുത്തിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് വെള്ളം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും. സോഡാ പൊടിയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഒരുപാടൊന്ന് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. സ്പൂണ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പൂണിൽ തന്നെ മാവ് പറ്റിപ്പിടിച്ചിരിക്കും. ഇതാണ് ഈ മാവിൻ്റെ പരുവം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡില്ലേ, അത് ഓരോന്നായിട്ട് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് വീർത്ത് വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചു വിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ഇതാ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ്
ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം എണ്ണയിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയിൽ നിന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചൂടൊക്കെ മാറി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. നമ്മുടെ ബ്രെഡിന്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പൊടിച്ചെടുത്ത് തയ്യാറാക്കിയ ഹൽവയാണ്. ഇതുപോലെ നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പുറത്ത് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആണ്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പൊ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റും ആണ്. ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഒന്ന് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സും മറ്റൊന്ന് ഒരു സ്വീറ്റുമാണ്. അപ്പം ബാക്കി വന്ന ബ്രെഡ് ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഹൽവ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ചായയുടെ കൂടെ കഴിക്കാം, ഒന്ന് വെറുതെ ഹൽവയായിട്ടും കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്